Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 79. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മുടിയേറ്റുത്സവത്തിന്റെ ഭാഗമായി അമ്പലത്തിൽ ആടി ഉലഞ്ഞിരുന്ന കോലങ്ങൾ പെട്ടെന്ന് ഈ അർദ്ധരാത്രിയിൽ കാവിനകത്തേക്ക് എന്തിനാണ് ഓടിക്കയറി വന്നതെന്നറിയാതെ അവിടെ നിന്നിരുന്നവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആ നിമിഷം ആർക്കുമൊന്നും തടയാനായില്ല. മുന്നിൽ ഓടി വന്ന ഭദ്രകാളി കോലം മിന്നൽ വേഗത്തിൽ തന്റെ കയ്യിലിരുന്ന വാളുയർത്തി. ആ ഹോമകുണ്ടത്തിന്റെ വെളിച്ചത്തിൽ ആ വാള് ചോര കൊതിക്കുന്ന സർപ്പത്തെ പോലെ തിളങ്ങി. മുട്ടുകുത്തി നിന്ന സദാനന്ദന്റെ കഴുത്തിന് നേരെ ആ വാൾ ആഞ്ഞു പതിച്ചു. ഒരു നിലവിളി പോലും പുറത്തു വരുന്നതിന് മുൻപേ സദാനന്ദൻ നിലത്ത് കിടന്ന് രക്തമൊഴുക്കിക്കൊണ്ട് ജീവന് വേണ്ടി പിടഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. ആ ഭദ്രകാളി കോലം തന്റെ രക്തമൊലിക്കുന്ന വാളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഭയന്നു വിറച്ചു നിന്ന രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും നേർക്ക് ചാടി വീണു. ആ ഭദ്രകാളി കോലത്തിനു പിന്നാലെ മറ്റു കോലങ്ങളും അവർ ഇരുവരെയും വളഞ്ഞു. കാവിനുള്ളിൽ അപ്പോൾ അട്ടഹാസങ്ങളും വേദന കൊണ്ടുള്ള ഞരക്കങ്ങളും മാത്രം മുഴങ്ങി. പ്രകൃതി പോലും ഭയന്ന ആ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ കണ്ട് അതുവരെ തോക്കുമായി നിന്ന നാച്ചിയാരുടെ ആളുകൾ കാവിന് പുറത്തേക്ക് പാഞ്ഞു. സെബാസ്റ്റ്യൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരങ്ങൾക്കു പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന ദേവനും വിശ്വനും അനന്തനുമൊക്കെ പുറത്തേക്ക് വന്നത്. അവരെയൊക്കെ അവിടെ പ്രതീക്ഷിച്ചിരുന്നത് പോലെയായിരുന്നു ഗൗരിയുടെ ഭാവം. അവളുടെ കാര്യം ഇനി അവർ നോക്കിക്കൊള്ളുമെന്നറിയാവുന്ന സെബാസ്റ്റ്യൻ അവളെ അവിടെ വിട്ടിട്ട് തന്റെ കൂട്ടുകാരികൾക്ക് പിന്നാലെ ആ കനത്ത ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. മീനാക്ഷി നാച്ചിയാരുടെയും അവരുടെ ആളുകളുടെയും വാഹനങ്ങൾ ആരികത്തെ പറമ്പിൽ നിന്നും അതീവ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി നീങ്ങുമ്പോഴേക്കും അമ്പലത്തിൽ നിന്നും ഓടിയെത്തിയ കോലങ്ങൾക്കു പിന്നാലെ അങ്ങോട്ടേക്ക് ഓടി വന്ന കൊറ്റങ്കാവിലെ നൂറുകണക്കിന് ജനങ്ങളും ആ പറമ്പിലൂടെ കാവിനകത്തേക്ക് ആർത്തലച്ചോടി കയറി വന്നു. ആ ഹോമകുണ്ടത്തിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച അവരുടെ ചോരയോട്ടം നിർത്തുന്നതായിരുന്നു. വർഷങ്ങളായി ആ നാടിനെ ഭരിച്ചിരുന്ന സദാനന്ദനും അവന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്ന ഗംഗാധരനും രാജേന്ദ്രനും വെട്ടേറ്റു മരിച്ചു കിടക്കുന്നു. അവർക്കു മുന്നിൽ രക്തമൊലിക്കുന്ന വാളുമായി വിജയശ്രീലാളിതയായി ഉറഞ്ഞു തുള്ളുന്ന ഭദ്രകാളിയുടെ കോലം. ആ കോലത്തിന് കൂട്ടു നിൽക്കും പോലെ അവിടെ നിന്നിരുന്ന മറ്റു കോലങ്ങളും. ആ കാവിനുള്ളിൽ നീതി നടപ്പായതിന്റെ ആഹ്ലാദമോ അതോ ഭയമോ എന്നറിയാത്തൊരു വല്ലാത്ത നിശബ്ദത പടർന്നു പിടിച്ചു. കോലം കിട്ടുന്ന ഭാർഗവനെയും കൂട്ടരെയൊക്കെ അവിടെ അമ്പലത്തിൽ തിടപ്പള്ളിക്ക് മുന്നിലേ ആരോ പിടിച്ചു കെട്ടിയിരിക്കുക. നാട്ടുകാരുടെ കൂട്ടത്തിൽ നിന്നും ആരോ പറയുന്നത് കേട്ടു. അപ്പോ പിന്നെ ഇവരൊക്കെ ആരാ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഉയർന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ എല്ലാവരും ആ കോലങ്ങളെയും നോക്കി പകച്ചു നിന്നു. ചോര മണക്കുന്ന കാവിനുള്ളിൽ ഊഹാപോഹങ്ങൾ പിറുപിറുക്കലുകളായി ഉയർന്നു. ഭദ്രകാളി കോലത്തിന്റെ രൂപത്തിൽ കാവിലേക്കു പാഞ്ഞെത്തി സദാനന്ദന്റെയും രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും ജീവനെടുത്തയാൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലും ഭയത്തിലുമായിരുന്നു അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും. എല്ലാവരുടെയും ശ്വാസമടക്കിയുള്ള ആ നോട്ടങ്ങൾക്കിടയിൽ ഭദ്രകാളി കോലം ധരിച്ചയാൾ പതുക്കെ മുന്നോട്ടേക്ക് വന്നു. തന്റെ കയ്യിലിരുന്ന രക്തമിറ്റി വീഴുന്ന ആ വാൾ അതിയായ ഭക്തിയോടെ കാവിലെ ദേവിയുടെ കൽമണ്ഡപത്തിലേക്ക് അയാൾ സമർപ്പിച്ചു. എന്നിട്ട് തലയിൽ ചൂടിയിരുന്ന ആ ഭദ്രകാളി കിരീടം 2 കൈകൾ കൊണ്ടും ശിരസിൽ നിന്ന് മൂരി താഴെ മണ്ണിലേക്ക് വെച്ചു. ദാരിക നിഗ്രഹത്തിന് ശേഷം കലിയടങ്ങിയ ഭദ്രകാളിയെ പോലെ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അയാൾ ആ മണ്ണിലേക്കിരുന്നു. അയാൾക്കൊപ്പം വന്ന മറ്റു കോലങ്ങളും അപ്പോഴേക്കും തങ്ങളുടെ വേഷങ്ങൾ അഴിച്ചു മാറ്റാൻ തുടങ്ങിയിരുന്നു. ഈ സമയം തന്നിലെ നിയമപാലകനായ പോലീസ് ഓഫീസറുടെ കർത്തവ്യബോധത്തോടെ ദേവൻ അവർക്ക് മുന്നിലേക്ക് നടന്നു ചെന്നു. ദേവനെ കണ്ടതും മണ്ണിലിരുന്ന ആ മനുഷ്യൻ മുഖത്തെ ചായക്കൂട്ടുകളോടുകൂടി തന്നെ അവനെ നോക്കി സൗമ്യമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്കു പിന്നിലെ ആളെ മനസ്സിലാകാതെ ഒരു നിമിഷം ദേവൻ സംശയത്തോടെ നിന്നുപോയി. തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ അയാൾ വലത് കൈകൊണ്ട് തന്റെ മുഖത്തുണ്ടായിരുന്ന ചായക്കൂട്ടുകൾ ശക്തിയായി അമർത്തി തുടച്ചു മാറ്റി. കാളിരൂപത്തിന്റെ ആ വർണ്ണങ്ങൾക്കു പിന്നിൽ മറഞ്ഞിരുന്ന ആ യഥാർത്ഥ മുഖം വെളിപ്പെട്ടതും ദേവൻ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന വിശ്വനും അനന്തനും നാട്ടുകാരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. സ്വന്തം അച്ഛനെ വകവരുത്തിയിട്ട് ജീവരക്ഷാർത്ഥം കാട്ടിലേക്ക് ഓടിപ്പോയി എന്ന് കൊറ്റങ്കാവിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്നവൻ കുറച്ചു നാളുകൾക്ക് മുന്നേ നിബിഡ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസികളുടെ കാവലാളായ സായുധ സംഘത്തിന്റെ തലവനായി ദേവൻ നേരിട്ട് കണ്ട ആൾ ആ ശ്രീജിത്ത് തന്നെയായിരുന്നു അത്. സദാനന്ദൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടവന്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലെ പ്രതികാരം. അവന്റെ കൂടെയുള്ളത് കാട്ടിലെ അവന്റെ വിശ്വസ്തരായ കൂട്ടാളികളായിരിക്കുമെന്ന തിരിച്ചറിവിൽ ദേവൻ നിൽക്കുമ്പോൾ ശ്രീജിത്തും കൂട്ടുകാരും പതുക്കെ എഴുന്നേറ്റു.
പ്രതികാരത്തിന്റെ അഗ്നി അണഞ്ഞ അവരുടെ മുഖത്ത് അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത് ശാന്തതയായിരുന്നു. തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായെന്നും ഇനി രാജ്യത്തെ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നുമുള്ള പൂർണ്ണ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒട്ടും പതറാതെ അവർ ദേവന് മുന്നിൽ നിന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കൊറ്റങ്കാവിലമ്മയുടെ മണ്ണിൽ നീതി നടപ്പായതിന്റെ ആശ്വാസത്തിൽ പ്രകൃതി അപ്പോൾ ശാന്തത കൈവരിച്ചിരുന്നു. ദേവിഡിന് എന്നോട് ദേഷ്യമുണ്ടോ? വാതിക്കൽ നിന്നും പതുങ്ങിയ സ്വരത്തിലുയർന്ന ഗൗരിയുടെ ആ ചോദ്യം കേട്ട് തന്റെ പോലീസ് യൂണിഫോം ഊരി മാറ്റുകയായിരുന്ന ദേവൻ ഒരു ചെറു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. രാത്രിയുടെ യാമം കഴിഞ്ഞ് പുലരി പതുക്കെ കണ്ണു തുറക്കുന്നതേയുള്ളൂ. പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ തൊട്ടു വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇളങ്കാറ്റിൽ മഞ്ഞിന്റെ നേർത്ത കുളിര് ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. സംഭവ ബഹുലമായ തലേ രാത്രിക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട ഡ്യൂട്ടി കഴിഞ്ഞ് കല്ലാട്ട് തറവാട്ടിലേക്ക് അവൻ മടങ്ങിയെത്തിയതായിരുന്നു. കാവിൽ വെച്ച് തനിക്ക് മുന്നിൽ കീഴടങ്ങാനെത്തിയ ശ്രീജിത്തിനെയും അവന്റെ കൂട്ടാളികളെയും ഡിവൈഎസ്പി രഞ്ജന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം ദേവന് വിശ്രമമില്ലാത്ത സമയമായിരുന്നു. സസ്പെൻഷൻ രാത്രി തന്നെ പിൻവലിച്ചതോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിയമത്തിന് മുന്നിൽ ചെയ്യേണ്ടതൊക്കെയും കൃത്യമായി തന്നെ അവൻ ചെയ്തു തീർത്തു. കാവിലെ ആ കൊലപാതകങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സദാനന്ദന്റെയും രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയത് ദേവന്റെ നേതൃത്വത്തിലായിരുന്നു. പ്രതികളായ ശ്രീജിത്തിനെയും കൂട്ടാളികളെയും സ്റ്റേഷനിലെത്തിച്ച് അവരുടെ കുറ്റസമ്മത മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തി എഫ്ഐആർ തയ്യാറാക്കി. വൈദ്യപരിശോധനകൾക്ക് ശേഷം അവരെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും അവൻ പൂർത്തിയാക്കിയിരുന്നു. ഉറക്കമൊഴിഞ്ഞുള്ള ആ ഓട്ടത്തിന്റെ ക്ഷീണം അവന്റെ മുഖത്ത് വ്യക്തമായി കാണാം. എങ്കിലും തലകുനിച്ച് കുറ്റബോധത്തോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി മാഞ്ഞില്ല. അവൻ മെല്ലെ അവൾക്കരികിലേക്ക് നടന്നു. തന്റെ അരികിലേക്ക് നടന്നു വന്ന ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ തലകുനിച്ചു നിന്നു. അവളുടെ ഉള്ളിലെ ആ കുറ്റബോധം മുഖത്ത് വ്യക്തമായിരുന്നു. ദേവൻ പതുക്കെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തി. സജീവനെ കൊന്നത് നീയാണെന്ന സത്യം എന്നോട് പറയാതിരുന്നത് കൊണ്ടാണോ ഇപ്പോ ഈ ചോദ്യം? അതോ മീനാക്ഷി നാച്ചിയാരുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നിൽ നിന്നും മറച്ചു പിടിച്ചതിനോ? ദേവന്റെ സ്വരം വളരെ ശാന്തമായിരുന്നു. അവന്റെ ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. നിറഞ്ഞൊഴുകാൻ വെമ്പുന്ന മിഴികളോടെ അവൾ മെല്ലെ അവനെ നോക്കി. രണ്ടിനും ഇടറിയ ശബ്ദത്തോടെ അവൾ മറുപടി നൽകി. അവളുടെ ആ സങ്കടം കണ്ടതും ദേവന്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. അതോടൊപ്പം അവന്റെ കണ്ണുകളും ചിരിച്ചു. നിറഞ്ഞ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളുടെ നെറുകയിൽ പതുക്കെ ഒന്ന് ചുംബിച്ചു. ഇത് രണ്ടും എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഗച്ചു. ആ വാക്കുകൾ കേട്ടതും അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടലോടെ അവൾ ദേവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. വിശ്വസിക്കുവാനാവാതെ വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. എങ്ങനെ? അവളുടെ ശബ്ദം അത്ഭുതം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേടി പെണ്ണേ, അതും നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവു. നീ ആ ജയിലിലായിരുന്ന 6 വർഷമേ അവിടെ എന്താ നടന്നിരുന്നത് എന്ന കാര്യം ഞാൻ കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു. അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. ദക്ഷിണേന്ത്യയെ വിറപ്പിക്കുന്ന ആ മീനാക്ഷി നാച്ചിയാർ നിന്നോടൊപ്പം 2 വർഷത്തോളം ആ ജയിലിലുണ്ടായിരുന്നതും അവൾ നിന്നെ സ്വന്തം അനിയത്തിയെ പോലെയാ കണ്ടിരുന്നതെന്നും ഒക്കെ ഞാൻ അന്നേ അറിഞ്ഞതാ. ജയിലിൽ നിന്നും തിരിച്ചു വന്ന നിന്റെ സ്വഭാവത്തിൽ വന്നിരുന്ന ഈ മാറ്റവും നിന്റെ ധൈര്യവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അതിന് പിന്നിൽ അവരുടെ ഉപദേശവും അടുപ്പവുമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. താൻ ഇത്രയും കാലം നെഞ്ചിലൊളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം തന്റെ പ്രിയപ്പെട്ടവൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെന്ന സത്യം അവളിൽ എന്തെന്നില്ലാത്ത ആശ്വാസമാണ് നൽകിയത്. എങ്കിലും ബാക്കിയായ ഒരു ചോദ്യം അവളുടെ ഉള്ളിൽ അപ്പോഴും കിടപ്പുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. നാച്ചാരിയുമായിട്ടുള്ള ബന്ധം ദേവട്ടൻ അന്വേഷിച്ചറിഞ്ഞു, സമ്മതിച്ചു. പക്ഷെ അന്ന് ആ രാത്രി കാവിൽ വെച്ച് സജീവനെ കൊന്നത് ഞാനാണെന്ന് ദേവട്ടൻ എങ്ങനെ അറിഞ്ഞു? ആ ചോദ്യം കേട്ട് ദേവൻ പൊട്ടിച്ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു പോലീസുകാരന്റെ കുശാഗ്ര ബുദ്ധി തെളിഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു. പറയ് ദേവേട്ട, സജീവനെ കൊന്നത് ഞാനാണെന്ന് ദേവട്ടൻ എങ്ങനെ അറിഞ്ഞെന്നേ? ഗൗരിയുടെ ചോദ്യം കേട്ട് ദേവന്റെ ചുണ്ടിൽ വീണ്ടും ആ അർത്ഥവത്തായ ചിരി വിരിഞ്ഞു. അന്ന് സജീവൻ കൊല ചെയ്യപ്പെട്ട ശേഷം ഒരു ദിവസം ചോദിച്ചപ്പോ നീ എന്നോട് കഥ പറഞ്ഞായിരുന്നു. അനന്തനെ പോലെ തോന്നിച്ച ഒരാളെ കാവിൽ വെച്ച് കണ്ടിരുന്നുവെന്ന്. അതെ. അവൾ പതുക്കെ തലകുലുക്കി. അനന്തന്റെ ഷൂസിന്റെ സൈസും എന്റെ സൈസും 10 ആണ്. പക്ഷേ അന്ന് കാവിൽ പതിഞ്ഞു കിടന്നിരുന്ന ഷൂസിന്റെ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സൈസ് 12 ആയിരുന്നു. എങ്കിലും
ഊരിരുട്ടിന്റെ മറവിൽ നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ ദേവൻ ഒന്ന് നിർത്തി. ഗൗരി ശ്വാസം അടക്കി പിടിച്ച് അവൻ പറയുന്നതും കേട്ട് നിന്നു. പക്ഷെ മരിച്ചു കിടന്നിരുന്ന സജീവന്റെ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഇടത്തെ കയ്യിൽ കുറച്ച് മുടിയിഴകൾ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപുള്ള ബലപ്രയോഗത്തിനിടയിൽ തന്നെ ആക്രമിച്ച ആളുടെ തലയിൽ നിന്നും അവൻ പറിച്ചെടുത്തതുപോലെയാ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. എനിക്കെന്തോ ചെറിയൊരു സംശയം തോന്നി. ഒരുപക്ഷെ ആ കാവിലെ അമ്മ തന്നെ തോന്നിച്ചതായിരിക്കും അത്. എന്താ തോന്നിയേ? ആ കൊലപാതകത്തിലെ നിനക്കും എന്തോ പങ്കുണ്ടെന്നാ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു പ്രൈവറ്റ് ലാബിലേക്ക് ഞാൻ ആ മുടിയിഴകള് DNA ടെസ്റ്റിനായി അയച്ചു. ദേവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഗൗരി അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോ അത് സജീവനുമായി ശത്രുതയുള്ളവരുടേതോ പോലീസിന്റെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ക്രിമിനലുകളുടേതോ ആയിരുന്നില്ല. അതോടെ നിനക്ക് സജീവനോട് വൈരാഗ്യമുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. പിന്നീട് എന്റെ അന്വേഷണം ആ മീനാക്ഷി നാച്ചിയാരെ ചുറ്റിപ്പറ്റിയായി. അങ്ങനെ ആ സെബാസ്റ്റ്യൻ സാറും ആ മീനാക്ഷി നാച്ചിയാരും തമ്മിലുള്ള ബന്ധം ഞാൻ അറിയുന്നത്. പണ്ട് നാച്ചിയാരുടെ കേരളത്തിലെ അധോലോക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് പുള്ളിയായിരുന്നു. ആ രഹസ്യം അറിഞ്ഞതോടെ ഇവിടെ പുള്ളിക്കാരൻ സ്ഥിരമായി മുടിവെട്ടാൻ പോകുന്ന കടയിൽ നിന്നും വളരെ രഹസ്യമായിട്ട് പുള്ളിയുടെ മുടി കുറച്ച് ഞാൻ സംഘടിപ്പിച്ചു. എന്നിട്ട് ഗൗരി ആകാംക്ഷയോടെ ചോദിച്ചു. വിചാരിച്ചതുപോലെ തന്നെ സജീവന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ മുടിയിഴകൾ നമ്മുടെ സെബാസ്റ്റ്യൻ സാറിൻ്റെതായിരുന്നു. പുള്ളിയെ ഞാൻ കോളേജിൽ പോയി കണ്ടിരുന്നു. ആ DNA റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ടി വന്നില്ല. ആളെന്നോട് കുറ്റം സമ്മതിച്ചു. എന്താ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്? മീനാക്ഷി നാച്ചിയാരുടെ നിർദ്ദേശപ്രകാരം സജീവനെ കൊല്ലാൻ നിന്നെ സഹായിച്ചത് സെബാസ്റ്റ്യൻ സാറാണെന്ന്. അത്രയും പറഞ്ഞിട്ട് ദേവൻ ഗൗരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു കൊലപാതകം ചെയ്തതിന്റെ യാതൊരു കുറ്റബോധവും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. മറിച്ച് വർഷങ്ങളുടെ പക തീർത്തതിന്റെ അഭിമാനം ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനെയും അമ്മയും ചതിച്ചു വന്നവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ദേവേട്ട? അവളുടെ സ്വരം കടുത്തു. സെബാസ്റ്റ്യൻ സാറാ അന്ന് ആ കാവിൽ വെച്ച് അവൻ എനിക്ക് പിടിച്ചു നിർത്തി തന്നത്. ആ കാവിലമ്മയുടെ തിരുവാളുകൊണ്ട് അവന്റെ കഴുത്തിനെ വെട്ടുമ്പോ എന്റെ കൈകൾ ഒട്ടും വിറച്ചിരുന്നില്ല. അത് പറയുമ്പോ സജീവനോടുള്ള അടങ്ങാത്ത ദേഷ്യം കൊണ്ടും പക കൊണ്ടും ഗൗരിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. അവളുടെ അവസ്ഥ കണ്ട് എന്നും ഞാനുണ്ട് കൂടെ എന്ന് പറയും പോലെ ദേവൻ അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകളിൽ അവൻ പതുക്കെ തലോടി. സ്നേഹം നിറഞ്ഞ ആ തലോടലിൽ അവളുടെ മനസ്സ് ക്രമേണ ശാന്തമായി. അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു. അവളെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അവൻ പതുക്കെ പറഞ്ഞു, എന്തായാലും സജീവനെ കൊന്ന ആ കുറ്റം കൂടി ഇപ്പോൾ ശ്രീജിത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതും ആ കൊലപാതകം ചെയ്തത് നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഒരു വിങ്ങലോടെയാണ് ഗൗരി ദേവന്റെ ആ വാക്കുകൾ കേട്ടത്. തനിക്ക് വേണ്ടി, തന്റെ തെറ്റുകൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ജയിലഴിക്കുള്ളിലേക്ക് ഹോമിച്ച ആ മനുഷ്യന്റെ ത്യാഗം തിരിച്ചറിഞ്ഞ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദേവന്റെ നെഞ്ചിലേക്ക് ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.